നിങ്ങൾക്കറിയോ, ഈ വളരെ രസകരമായൊരു കാര്യമുണ്ട്. സിവിൽ സർവീസ് എക്സാമിനേഷൻ ഭയങ്കര സീരിയസ് ആയിട്ട് പ്രിലിംസും മെയിൻസും എക്സാമൊക്കെ എഴുതി നന്നായി പ്രിപ്പയർ ചെയ്തു. ഇൻ്റർവ്യൂ വരെ എത്തി, ഇൻ്റർവ്യൂവിൽ കിട്ടിയില്ല. പ്രത്യേകിച്ച് ലാസ്റ്റ് ചാൻസ് ഉപയോഗപ്പെടുത്തുന്ന കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഭയങ്കര സങ്കടകരമായിരിക്കും അല്ലേ? പക്ഷെ അങ്ങനെ സങ്കടപ്പെടേണ്ടതൊന്നുമില്ല എന്നാണ് പുതിയ വാർത്തകൾ പറയുന്നത്. എന്താണത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ എഴുതിയ ആളുകൾക്ക്, അവസാന ചാൻസ് ഉപയോഗിച്ച ആളുകൾക്ക്, അല്ലാത്തവർക്കും ചെയ്യാട്ടോ, ഇന്റർവ്യൂവിൽ പരാജയപ്പെടുന്ന ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ പേരും ഡീറ്റെയിൽസും മാർക്കും ഒക്കെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അവരുടെ സമ്മതത്തോടെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളും പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്കും പബ്ലിക് അണ്ടർടേക്കിങ്സിനും ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർ വേണമെങ്കിൽ എന്ത് ചെയ്യാം? റിക്രൂട്ട് ചെയ്യാം, ജോലി കൊടുക്കാം. അങ്ങനെ ജോലിക്ക് എടുക്കുന്ന സാധ്യതകൾ കൂടാനാണ് ചാൻസ് എന്തായാലും ഉണ്ടാവും. അപ്പം സന്തോഷ വാർത്തയാണ്. സിവിൽ സർവീസ് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി കിട്ടിയില്ലെങ്കിൽ പോലും ജോലി കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തത്. പൊതുവെ സിവിൽ സർവീസിനെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ നമുക്ക് രണ്ട് മിത്തും രണ്ട് റിയാലിറ്റി ഉണ്ട് അല്ലേ? നമുക്കിടയിലുള്ള ചിന്തകൾ, ധാരണകൾ എന്താണത്? പൊതുവെ നമ്മുടെ വർത്താനം, നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്നൊരു വർത്താനം എന്താ? സിവിൽ സർവീസ് ഭയങ്കര പണിയാണ്, കഷ്ടപ്പാടാണ്, ഒരു 6ാം ക്ലാസ് മുതലെങ്കിലും പ്രിപ്പയർ ചെയ്താൽ അത് എവിടെയെങ്കിലും എത്തുള്ളൂ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. സത്യത്തിൽ മണ്ടത്തരാണ് പറയുന്നത്. സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾ എപ്പോഴാണോ ചിന്തിച്ച് തുടങ്ങുന്നത്, അത് എഴുതണമെന്നത് ഡിഗ്രി ഫൈനൽ ആണെങ്കിൽ അപ്പം മുതലാണ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തവരെങ്ങനെ 6ാം ക്ലാസ് മുതൽ പ്രിപ്പയർ ചെയ്യുക? അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മറ്റൊന്ന്, ഭയങ്കര ജനറൽ നോളജ് വേണം സിവിൽ സർവീസ് കിട്ടാൻ. അത് അതിനേക്കാൾ വലിയ ശുദ്ധ മണ്ടത്തരാണ്. സിവിൽ സർവീസ് എക്സാമിനേഷൻ കറണ്ട് ഇഷ്യൂസ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് കഴിഞ്ഞൊരു 3 കൊല്ലം 4 കൊല്ലത്തെ പത്രമാധ്യമങ്ങളിലൂടെ കടന്നു പോവുകയും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പ്രാധാന്യമുള്ള വാർത്തകൾ വളരെ അനലിറ്റിക്കലായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ, വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾക്കാണ് സത്യത്തിൽ മേൽക്കൈ എന്നുള്ളതാണ്. അപ്പം ഇത് മനസ്സിലാക്കി റിയാലിറ്റി മിത്ത് പൊളിച്ച് ഈ റിയാലിറ്റി ഉണ്ടാവും. ഇനി വേറെ 2 റിയാലിറ്റികളുണ്ട്. സിവിൽ സർവീസ് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ആദ്യത്തെ ഒരു 4ഓ 5ഓ ചാൻസിൽ തന്നെ ഉറപ്പായിട്ടും ഒരു 70% കാൻഡിഡേറ്റ്സും ക്ലിയർ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ റിയാലിറ്റി എന്താണെന്നറിയോ? സിവിൽ സർവീസ് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ ഒരു 90% ഒന്നുകിൽ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോബ്. ഇനിയിപ്പോൾ പുതിയ വാർത്ത എന്താ? നമുക്ക് ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച് പബ്ലിക് പ്രൈവറ്റ് കമ്പനികൾക്ക് റിക്രൂട്ട് ചെയ്യാമെന്നുള്ള. അപ്പം എന്ന് വെച്ചാൽ ജോലി കിട്ടുന്ന അർത്ഥം സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്ത ആൾക്ക്. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യൻ ഫോറസ്ട്രി സർവീസ് എക്സാമിനേഷൻ സിവിൽ സർവീസിന്റെ പ്രിലിംസിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ സിവിൽ സർവീസിന്റെ പ്രിലിംസ് തന്നെയാണ് ഫോറസ്ട്രി സർവീസ് എക്സാമിനേഷന്റെ പ്രിലിമിനറി എക്സാം. മെയിൻസ് വേറെയാണ്. പക്ഷേ ഈ ഫോറസ്ട്രി സർവീസ് എക്സാമിനേഷൻ്റെ എലിജിബിലിറ്റി വേറെയാണ്. വെറ്റിനറി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ബയോളജിക്കൽ സയൻസ്, സുവോളജി, ദെൻ ബോട്ടണി, കെമിസ്ട്രി, ഇതൊക്കെയാണ് വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് വേറൊരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം. ഈ സിവിൽ സർവീസ് എക്സാമിൻ്റെ 2 ഘടനയാണുള്ളത്. ഒന്ന് പ്രിലിമിനറി എക്സാം. പ്രിലിമിനറി എക്സാമിൽ 2 പേപ്പറാണ്, 200 മാർക്ക് വീതമുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ്, നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ആദ്യത്തത് ജനറൽ സ്റ്റഡീസ് ആണ്. ഈ 2ഉം കമ്പൽസറി പേപ്പറാണ്. പക്ഷേ ജനറൽ സ്റ്റഡീസ് ആണ് റാങ്ക് നിശ്ചയിക്കുന്നത്. ജനറൽ സ്റ്റഡീസിന്റെ റാങ്കിനനുസരിച്ച് സെലക്ട് ചെയ്യുന്നവരെയാണ് മെയിൻസിലേക്ക് കൊണ്ടുവരുന്നത്. അതേസമയത്ത് 2ാമത്തെ പേപ്പർ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഈ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ട് 33. അത് ക്വാളിഫയിങ് മാർക്ക് മാത്രമാണ്. അതിന്റെ റാങ്ക് എന്ത് ചെയ്യുന്നില്ല, റാങ്ക് പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇത് 2ഉം ഈ പേപ്പറുകൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ സാധാരണ ആവശ്യമുള്ളതിൻ്റെ ഒരു 12-13 ഇരട്ടിയാണ് പ്രിലിംസിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 1056 വേക്കൻസീസ് ആണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അപ്പോൾ 1056ൻ്റെ ഒരു 12 ഇരട്ടി ആയിരിക്കും എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ 13 ഇരട്ടി അവരെയാണ് മെയിൻസിലേക്ക് ഇരുത്തുന്നത്. മെയിൻസ് എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് എയും ബിയും ആദ്യത്തെ 2 പേപ്പറുകൾ അത് ക്വാളിഫയിങ് പേപ്പറുകൾ മാത്രമാണ്. റാങ്കിങ്ങിന് അത് ഉപയോഗിക്കുന്നില്ല. 300 മാർക്സ് വീതമാണുള്ളത്. ആദ്യത്തത് ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. ദെൻ 2ാമത്തത് വരുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷൊക്കെ ആയിട്ട് കോമ്പ്രിഹെൻഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ 2 പേപ്പറും ക്വാളിഫയിങ് 25% മാർക്ക് ഉണ്ടായച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നേരെ വരുന്ന പേപ്പർ 1 എന്ന് പറയുന്നത് എസ് എ ആണ്. എസ് എ 300 മാർക്കിന് 250 മാർക്കിന്, 300 അല്ല 250 മാർക്കിനുള്ളതാണ്. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ടെസ്റ്റ് വരുന്നത് ജനറൽ സ്റ്റഡീസ് ആണ്. ജനറൽ സ്റ്റഡീസ് 4 പേപ്പറിലും 250 മാർക്ക് വീതം. അത് കൃത്യമായിട്ട് അതിൻ്റെ സിലബസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അതൊന്ന് ആ സിലബസ് ഒക്കെ എടുത്ത് നോക്കുക. 250 മാർക്ക് വീതം ശരിക്ക് 1250 ആയി അല്ലേ? പിന്നെ വരുന്ന ഏതാ? ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. 26 ഓപ്ഷണൽ സബ്ജക്റ്റുകളും ലാംഗ്വേജുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ അപ്പർ ഹാൻഡ് ഉള്ളത് സെലക്ട് ചെയ്യാം. 2 പേപ്പർ 1ഉം പേപ്പർ 2 ഒറ്റ ഓപ്ഷൻ സബ്ജക്റ്റേ ഉള്ളൂ. അത് വരുന്നത് 250 മാർക്ക് വീതം. അപ്പോൾ എത്രയായി?
1750 അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഏതാ, ഇൻ്റർവ്യൂ ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അതിന് 275 മാർക്കാണുള്ളത്. ഇതാണ് ടോട്ടൽ ഈ സ്കോർ വരുന്നത്. ഈ സ്കോറിൽ സിവിൽ സത്യത്തിൽ മെയിൻസ് എക്സാമിൽ നിന്ന് ഇൻ്റർവ്യൂവിലേക്ക് സെലക്ട് ചെയ്യുന്നത് ആവശ്യമുള്ളതിൻ്റെ 2.5 3 ഒക്കെയാണ്. എന്നിട്ടാണ് ഈ 275 മാർക്സിനുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ സെലക്ഷനായി. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ച് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നത് എന്താണെന്ന് അറിയും, വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു എക്സാമിനേഷൻ അവർക്ക് ഇനിയിപ്പോൾ സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ നമുക്ക് പറയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, അതിൻ്റെ ഒരു രീതി കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്നാൽ പോലും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം, ഇങ്ങനെ പല എക്സാമിനേഷനും എഴുതി നമുക്ക് ജോബിലേക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് സിവിൽ സർവീസിൻ്റെ മിത്തുകളും റിയാലിറ്റിയും യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ല ജോബിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. Career Guru, molding your future.